നിങ്ങളൊരു ഷുഗർ അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? ഷുഗർ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു. വർഷങ്ങളായി നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു പാറ്റേൺ ആയിരിക്കും രാവിലെ എണീച്ചൊരു ചായ കുടിക്കുക. അത് സ്ട്രോങ് ആയിട്ടുള്ള ചായ. പക്ഷേ ഒരു 10 ദിവസത്തേക്ക് ആ ചായ നിർത്തി നോക്കും, നിങ്ങളുടെ ബോഡിയിൽ അതിനുള്ള മാറ്റങ്ങൾ വരുന്നതാണ്. എല്ലാവർക്കും സ്വീറ്റ്സ് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി സ്വീറ്റ്സാണ് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഡെയിലി? കൊച്ചിരി തൊട്ട് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് സഹിതം അതിനകത്തുള്ള സ്വീറ്റ് കണ്ടൻറ്റ് എത്ര നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വീറ്റ്സ് കുറേ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിക്ക് കുറച്ച് നാൾ നിങ്ങൾ സ്വീറ്റ്സ് കൊടുക്കാതിരുന്ന് നോക്കുക. ആ കുട്ടി സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങും. നിങ്ങൾ ഒബീസ് ആവാനുള്ള കാരണവും ഇത് തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് കൂടുതൽ കാലറീസും കൂടുതൽ ഷുഗർ ഇൻടേക്കും കൊണ്ടുവരുന്നത്. സോ ഒഴിവാക്കാൻ പറഞ്ഞ ഫുഡ് ഐറ്റംസിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഉദ്ദേശിച്ചത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. കഴിക്കുന്ന സമയത്ത് ഫാസ്റ്റ് ഫുഡ് കുറച്ച് ഒഴിവാക്കുക, ഓയിലി ഫുഡും കുറച്ച് ഒഴിവാക്കുക, പിന്നെ പ്രോസസ്ഡ് ഫുഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് എനിക്കും ഈ ഒരു കാര്യങ്ങൾ ഇൻഫർമേഷനായി കിട്ടിയത്. ഇതുപോലത്തെ ഹെൽത്ത് ടിപ്സ് അല്ലെങ്കിൽ